എന്നിട്ടാണ് കത്താൻ പോണ ശരീരല്ലേ, കത്തിപ്പോണ ജീവിതല്ലേ മനുഷ്യന്റെ. ഒരു 3-4 വിറകൊടിയിലുള്ളിൽ കിടക്കുന്ന സാധനമല്ലേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറഞ്ഞാല്. അതിൻ്റെ ഉള്ളിൽ എന്തിനാ അഹങ്കരിക്കണേ? നമ്മള് ഹിന്ദുസ് അങ്ങനെയല്ലല്ലോ, വിറകൊടിയിലുള്ളിലല്ലേ കിടക്കണേ. ചോദിച്ചു നോക്കണേ ചൂട് ഇപ്പം തന്നെ നോക്ക്. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ആ ചൂട് അതിനുള്ളിൽ എന്തിനാ നമ്മൾ അഹങ്കരിക്കുന്നത്? അഹങ്കരിക്കുന്ന കാര്യമല്ലോ. നമ്മള് എന്തിന് വൈ ഇതിലേക്ക് മറുപടിയുടെ കാര്യം പറയാറ്റുണ്ടോ? അത്രേ കത്താനുള്ളൂ ഒരു മനുഷ്യന്റെ ശരീരം. കത്തിപ്പോണ സാധനമല്ലേ. റെഡിയാ കത്തി പോവാണ്. നമ്മള് കബറടി, ഞാനും കബറടി എടുക്കുക. അപ്പൊ ആദ്യമായിട്ട് പോവാം മണ്ണിനടിയിൽ ഉള്ളിലല്ലേ ശ്വാസം മുട്ടിയിട്ട് നമ്മളിങ്ങനെ ശ്വാസം മുട്ടി മരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതല്ലേ. ഞാൻ ആലോചിക്കും അതിന്റെ ഒന്നല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ മതി. എല്ലാരും മരണം എല്ലാവരും പേടിയാണ് അല്ലേ? ആ സംഭവിക്കുന്നത് അവർ സത്യമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? 2 കാര്യം ചോദിച്ചോ. ഒന്നുമില്ല, അല്ല പറയും ആ പേടി. നമ്മളിപ്പോ ഈ ഏജിൽ നമ്മൾ മരിച്ചു വിചാരിക്കും. നമ്മളെ വൈഫും മക്കളും ഒരു 10 വർഷം കഴിയും, 20 വർഷം കഴിയും. അല്ല മറവി, അത് അല്ലേ? 10 ദിവസം കഴിയും, 20 വർഷം കഴിയും. ഒരു മാർക്കും ഓരോരോ ജീവിതത്തിലേക്ക് മാറിപ്പോകും. അങ്ങനെ മാറണം. മാറിയില്ലെങ്കിൽ എന്താ ജീവിതം? മാറിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത്? ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ടിട്ട് ഒരു കരയാൻ പറ്റുമോ? അതാണ് ഈ സംഭവം. അതൊക്കെ പല മതങ്ങൾ പല ഓരോ സംഭവിക്കില്ലേ. ഞാൻ മുസ്ലിമായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ നിങ്ങളെ കത്തി ഇല്ലേ, അതൊക്കെ പക്ഷെ ഒക്കെ ഒരു തടിയാണ് ഓരോ ശരീരം. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന നമ്മളിപ്പോ അതിന് വേണ്ടിട്ട് നമ്മളിപ്പോ കരഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കളായാലും വൈഫായാലും എല്ലാരായാലും അവരവരുടെ ജീവിതം മാറിപ്പോവും. പോവില്ലേ? പോവണ്ടേ? അങ്ങനെയാണ് അല്ലേ? ചിലപ്പോ അതില് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ഉണ്ടാവുക ഒരു ആണിനായിരിക്കും. പെണ്ണിനേക്കാളും കൂടുതൽ ഫീൽ ഉണ്ടാവുക ആണിനായിരിക്കും. അത് വ്യത്യാസമുണ്ട്. പെണ്ണിനേക്കാളും കൂടുതൽ ഫീൽ ഉണ്ടാവുക ആണിനായിരിക്കും. ചിരിച്ചിട്ടുണ്ടോ? ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പെണ്ണിന് പെട്ടെന്ന് എല്ലാം മറക്കാൻ പറ്റും. നിമിഷങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും പെണ്ണിന് മറക്കാൻ പറ്റും. പക്ഷെ ഒരാണ് മറക്കാൻ പറ്റില്ല പല കാര്യങ്ങളും. ഞാൻ മരിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ മരിച്ചു കഴിഞ്ഞാൽ അല്ല ചിരിക്കല്ലേ, സുഹൃത്തുക്കളാണ് തമ്മിൽ. ഈ മരിച്ചു കഴിഞ്ഞാല് എന്റെ ഫ്രണ്ട് വിനു മരിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല എത്രയോ ദിവസങ്ങൾ. സത്യമാണ്, ഗോഡ് പ്രോമിസ്. അന്ന് എന്റെ മൂത്ത മോളെ എന്റെ വൈഫ് പ്രഗ്നന്റ്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവൻ ചെല്ല അങ്ങനത്തെ ഒരു ഫ്രണ്ട് എന്റെ പിന്നെ കണ്ണിൽ വരും. അത്രയും ക്ലോസാ. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോ 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പോയപ്പോ അവന്റെ സിസ്റ്റർ അവിടെ വന്നിട്ടായിരുന്നു. ഇവിടെ ജോലി അറിയോ? നിതീഷ്, നീ വിനുവിന്റെ ഫ്രണ്ടല്ലേ? വിനുവിന്റെ ചേച്ചിയില്ലേ ഞാൻ ഇന്നെ വിളിച്ച വീട്ടിൽ കൊടുക്കില്ല. ഇന്ന് മറന്നുപോയതാ. മറവി. അതാണ് പറഞ്ഞത്. മറവി എന്ന് പറഞ്ഞ സാധനമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതും ഉപദ്രവിക്കുന്നതും അല്ലേ?
നമ്മളാരും വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒന്നും ചെയ്യണം. ചതിക്കരുത് ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ ടോപ്പിക്ക് ഇതാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആണുങ്ങൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അത് നിഷ എന്ന് പറഞ്ഞൊരു ലേഡിന്റെ ടോക്ക് ഉണ്ടല്ലോ. നിഷ അവിടെ ഉണ്ണിമിക്കല്ല ആയിട്ടൊരു അവരുടെ ടോക്ക് ഉണ്ട്. അവരിങ്ങനെ പറയും ആണുങ്ങളെ പറ്റിയിട്ട്. അവർ പോയിട്ട് പറയുന്നതല്ല, അവർ റിയലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷെ അതിനെ പറ്റിയിട്ട് അവർക്ക് കുറെ എന്താണ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മുപ്പത്തി ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. നിഷ അവരുടെ നിഷ എന്തോ ഒരു പേരാണ് അവരുടെ ടോപ്പിക്. ഇത് ഞാൻ കേൾക്കണം. ഒരു കാര്യം ലൈഫല്ലേ, ജീവിതം ഇങ്ങനെ പോട്ടെ അല്ലേ. I love you. Okay.